ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. നല്ലവനായ ഒരു വയോധികൻ എന്നും ഉച്ചയ്ക്ക് തൻ്റെ ഭവനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി സൗജന്യമായി ഭക്ഷണം ഒരുക്കിയിരുന്നു. ദരിദ്രരായ പലരും അങ്ങനെ അവിടെ സ്ഥിരമായി എത്തി ഭക്ഷണം കഴിച്ചു പോകുന്നു. അതിൽ 3 യുവാക്കളുണ്ടായിരുന്നു. അതിലാദ്യത്തെ ആൾ പറഞ്ഞു, എനിക്കിങ്ങനെ വിശന്നവർക്ക് ആഹാരം കൊടുക്കുന്നത് വലിയ ആഗ്രഹമാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്ക് യാതൊരു നിവൃത്തിയില്ല. രണ്ടാമൻ പറഞ്ഞു, അതിന് തക്ക ശമ്പളം കിട്ടുന്ന ജോലിയൊന്നും അല്ലല്ലോ. മൂന്നാമനും കൂട്ടിച്ചേർത്തു, ശരിയാ, നമ്മുടെ ചെലവിന് പോലും തികയുന്നില്ല, പിന്നെ അല്ലേ മറ്റുള്ളവർക്ക് വിരുന്നൊരുക്കുന്നത്. അത് കേട്ടുകൊണ്ടിരുന്ന ആ വയോധികൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്കും വിരുന്നുകൾ ഒരുക്കാൻ കഴിയും. നിങ്ങൾ കുറച്ച് ധാന്യമണികളെടുത്ത് ഉറുമ്പ് വരുന്ന വഴിയിൽ വെച്ചാൽ അവർക്കത് വരുന്നല്ലേ. വീടിൻ്റെ മുറ്റത്തൊരു പാത്രത്തിൽ സ്വല്പം വെള്ളം വെച്ചിരുന്നാൽ പക്ഷികൾക്ക് അത് ആശ്വാസമാണ്. വീട്ടിൽ വളർത്തുന്ന പശുവിനെ അഴിച്ച് ഒരു പുൽത്തകിടിയിൽ മേയാൻ വിടുന്നതും സൽക്കർമ്മമാണ്. ഓരോ വിരുന്നും അർത്ഥവത്താകുന്നത് എന്തു വിളമ്പി എന്നുള്ളതിനേക്കാൾ ആർക്ക് വിളമ്പി എന്നുള്ളതിനാലാണ്. ഇങ്ങനെ പരസ്പരം സൽക്കരിക്കുന്നവരാകണം എല്ലാവരുമെന്ന് ആ മനുഷ്യൻ യുവാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി. എന്താണ് ഈ ചെറിയ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അന്യൻ്റെ ജീവിതത്തിൽ നടത്തുന്ന ഇടപെടലുകളാണ് യഥാർത്ഥ വിരുന്ന്. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട അനേകരുണ്ടാവും. അവർ നമുക്ക് ചിലപ്പോൾ അപരിചിതരായിരിക്കും, ചിലപ്പോൾ ഒപ്പം ഉള്ളവർ തന്നെയാകാം. ഇങ്ങനെയുള്ളവരുടെ ജീവിതസരണിയിലെ വിടവ് നികത്തുന്നതാണ് വിരുന്ന്. പലവിധ ഭാരങ്ങളാൽ ദുഃഖിച്ചിരിക്കുന്നവരുടെ വാക്കുകൾക്ക് കാതു തുറങ്ങുന്നതും ഒരു വിരുന്നാണ്. തൻ്റേതായ മേച്ചിൽപ്പുറങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഒരാളെ പ്രാപ്തനാക്കുന്നതും അവർക്ക് വിരുന്നാണ്. നിസ്സഹായതയുടെ പരകോടിയിൽ നിൽക്കുന്നവർക്ക് നിശബ്ദ സഹായമാവുന്നതും വലിയ വിരുന്ന് തന്നെ. മറ്റുള്ളവരുടെ ദുഃഖവും സുഖവും തൻ്റേതെന്ന പോലെ അനുഭവിക്കുന്നവൻ അതിശ്രേഷ്ഠനാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ഇതല്ലേ വാസ്തവം? ചെറുതെന്ന് തോന്നുന്ന കർമ്മങ്ങളെല്ലാം ഒരുമിക്കുമ്പോൾ അളന്നെടുക്കാൻ സാധ്യമല്ലാത്ത വലിപ്പത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. മറ്റൊരാളുടെ ജീവിതത്തിൽ അവരെ പോലും അതിശയിപ്പിക്കത്തക്ക വിധം സന്തോഷാനുഭവങ്ങൾ പകരുന്നതല്ലേ ഏറ്റവും വലിയ സത്കർമ്മം. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിനെന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കും സ്നേഹം കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും നമ്മുടെ ഈ ചെറിയ ജീവിതം ധന്യമാക്കുവാൻ ദൈവം നമുക്ക് ബുദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.